ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 റിലീസായ ഹൊറർ ത്രില്ലർ മൂവിയായ അനബൽ. ഈ പടത്തിന്റെ വൺലൈനർ എന്തെന്നാൽ നമ്മുടെ കഥാനായികയ്ക്ക് അവളുടെ ഭർത്താവ് അവൾക്കായി ഒരു ഡോളിനെ പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ ആ ഡോൾ വന്നതിന് ശേഷം പലതരത്തിലുള്ള പാരനോർമൽ ആക്ടിവിറ്റീസും അതുകൂടാണ്ട് ഡിസ്റ്റർബിംഗ് ആയ കാര്യങ്ങൾ അവളുടെ ചുറ്റും നടക്കുന്നു. പക്ഷെ ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് നായിക അറിയാതെ അവസാനം ഇതിൽ നിന്ന് നായിക രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് ഭയങ്കര ഹൊറർ ത്രില്ലിംഗ് ആയി കൊണ്ടുപോകുന്ന മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശരി, നമുക്ക് കഥയിലോട്ട് പോകാം. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ചർച്ച് കാണിക്കുന്നു. ആ ചർച്ചിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരു കപ്പിൾസിനെ കാണിക്കുന്നു. ഇവരാണ് നമ്മുടെ പടത്തിലെ നായകനും നായികയും. ഇവർക്ക് റീസെന്റ് ആയാണ് കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാരും പുറത്തോട്ട് ഇറങ്ങുന്നു. ആ സമയം നായികയെ കാണിക്കുന്നു. നായിക പൂർണ്ണ ഗർഭിണിയാണ്. ഇവരും ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നെയ്ബേഴ്സ് അവരുടെ കാറിൽ തന്നെ നായകനെയും നായികയും ഡ്രോപ്പ് ചെയ്യുന്നു. ഇവരും കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവരെ ഡ്രോപ്പ് ചെയ്ത ആള് കുഞ്ഞിന് എന്ത് പേരാണ് ഇടുന്നത് എന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കുന്നു. അതിന് നായികയും നായകനും എന്ത് പേരാണ് ഇടേണ്ടത് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇവരുടെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ നായകൻ എല്ലാ കാര്യത്തിലും ഭയങ്കര കെയറിങ്ങോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതുകൂടാണ്ട് നായികയ്ക്ക് അധികം സ്ട്രെസ് കൊടുക്കാണ്ട് അവൾ എപ്പോഴും ഹാപ്പിയായി വെക്കാനാണ് നോക്കുക. അതുകൂടാണ്ട് നായകൻ ഒരു ഡോക്ടറും കൂടിയാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ, ഞാൻ നിനക്ക് തരാനായി ഒരു സാധനം വെച്ചിട്ടുണ്ട്, നീ കണ്ണടച്ച് നിൽക്കുകയാണെ ഞാൻ നിനക്ക് ആ സാധനം തരാ എന്ന് പറയുന്നു. നായികയും അതിനൊന്നും പറയാതെ കണ്ണടച്ചു നിൽക്കുന്നു. ആ സമയം നായകൻ അവളുടെ മുന്നിൽ ഒരു വലിയ ബോക്സ് കൊണ്ടേ വെക്കുന്നു. നായികയും കണ്ണു തുറന്ന് അവളുടെ ഫ്രണ്ടിലുള്ള ബോക്സ് കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ ആ ബോക്സ് തുറന്നു നോക്കുന്നു. ആ ബോക്സിന്റെ ഉള്ളിൽ അനബെല്ല ഡോളായിരുന്നു. നായികയും ആ സന്തോഷത്തോടെ തന്നെ ആ ഡോളിനെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോൾസിന്റെ കൂടെ വെക്കുന്നു. അന്ന് രാത്രി ഇവര് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നത് നമുക്ക് കാണിക്കുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ നായകനും നായികയും നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നായികയ്ക്ക് മാത്രം എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. നായികയും നായകനെ വിളിച്ചെണീപ്പിച്ച് അടുത്തുള്ള വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ അത് എന്താണെന്ന് പോയി നോക്കിയിട്ട് വരൂ എന്ന് ചോദിക്കുന്നു. നായകനും വീടിന്റെ പുറത്തിറങ്ങി അടുത്ത വീട്ടിൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു. പക്ഷെ നായകൻ കുറെ നേരമായി പോയിട്ട് തിരിച്ചു വരാത്തത് കാണാത്തത് കൊണ്ട് നായകൻ എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി അയൽ വീട്ടിൽ പോയതും നായകൻ പെട്ടെന്ന് അവളുടെ മുമ്പിൽ ചോരയിൽ കുളിച്ചു വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് നായിക ഷോക്ക് ആകുന്നു. പക്ഷെ നായകൻ, ഇത് എന്റെ ബ്ലഡ് അല്ല, നീ വേഗം വീട്ടിലോട്ട് പോയി 911 വിളിക്കുക എന്ന് പറഞ്ഞ് നായികയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. നായികയും വീട്ടിന്റെ ഉള്ളിൽ പോയി 911 വിളിച്ച് കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇവള് നിൽക്കുന്ന തൊട്ടടുത്തുള്ള റൂമിൽ നിന്ന് എനിക്ക് ഈ ഡോള് ഭയങ്കര ഇഷ്ടമായി എന്ന് ഒരു പെണ്ണ് പറയുന്നത് കേൾക്കുന്നു. നായികയും അതെന്താണ് എന്ന് ആ റൂമിലോട്ട് പോയി നോക്കിയ സമയത്ത് നായകൻ ഗിഫ്റ്റ് ചെയ്ത ഡോളിനെയും പിടിച്ച് ഒരു പെണ്ണ് നിൽക്കുന്നത് കാണുന്നു. ഇത് കണ്ട് പേടിച്ച നായിക പുറകിലോട്ട് നടന്നു പോയതും അവളുടെ തൊട്ടു പുറകിൽ ഒരു സൈക്കോ കത്തി പിടിച്ച് നിൽക്കുന്നു. പക്ഷെ ഇതറിയാതെ നായിക അയാളുടെ അടുത്തോട്ട് പോയതും നായികയെ പിടിച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവളുടെ വയറ്റിൽ വീശി വീശി കുത്തുന്നു. നായികയ്ക്ക് ഭയങ്കരമായി മുറിവേൽക്കുന്നു. അവൾ അവിടെ തന്നെ കുഴഞ്ഞു വീഴുന്നു. പിന്നെയും ആ സൈക്കോ അവളെ കുത്താൻ വന്നതും ആ കറക്റ്റ് ടൈമിൽ നായകൻ വന്ന് ആ സൈക്കോനെ പിടിച്ചു മാറ്റുന്നു. പക്ഷെ ഈ സൈക്കോന്റെ കൂടെ വന്ന പെണ്ണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ നായകൻ ആ പെണ്ണിനെ തടുത്തു നിർത്താൻ നോക്കുന്നു. ഈ തക്കം നോക്കി ആ സൈക്കോ നായികയെ പിന്നെയും കുത്താനായി പോയതും ആ കറക്റ്റ് ടൈമിൽ പോലീസ് അങ്ങോട്ട് വന്ന് അയാളെ ഷൂട്ട് ചെയ്തിടുന്നു. ആ സൈക്കോയും സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. അതുകൂടാണ്ട് ഇയാളുടെ കൂടെ വന്ന ആ പെണ്ണ് എവിടെ പോയി എന്ന് നോക്കിയതും ആ പെണ്ണ് ഒരു റൂമിൽ സൂയിസൈഡ് ചെയ്ത് കിടക്കുന്നു. അത് മാത്രമല്ല നായകൻ നായികയ്ക്ക് ഗിഫ്റ്റ് ആയി കൊടുത്ത ആ ഡോളും കയ്യിൽ പിടിച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. നായികയെ സ്ട്രക്ചറിൽ കിടത്തി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയം നായിക ആ പെണ്ണിന്റെ ബോഡി കാണുന്നു. ആ സമയം ക്യാമറയും ആ ബോഡിയെ സൂം ചെയ്ത് കാണിക്കുന്നു. ആ ടൈമിൽ ആ പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു തുള്ളി ചോര ആ ഡോളിന്റെ കണ്ണിന്റെ സൈഡിൽ പറ്റുന്നു. ആ ചോരത്തുള്ളി നേരെ കണ്ണിലോട്ട് ഒഴുകുന്ന പോലെ കാണിച്ച് ഈ സീൻ കട്ട് ചെയ്യുന്നു. ഇപ്പൊ അടുത്ത സീനിൽ നടന്ന എല്ലാ സംഭവങ്ങളും ന്യൂസിൽ പറയുന്ന പോലെ കാണിക്കുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് ഹെഗിൻസ് ദമ്പതികൾ ആനബൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ എടുത്തു വളർത്തിയിരുന്നു. ആ പെൺകൊച്ച് വളർന്നു വലുതായി അവൾക്ക് ഇഷ്ടമുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയിരുന്നു. അങ്ങനെ ഓടിപ്പോയവൾ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് സാത്താനെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പിലോട്ട് മെമ്പറായി ജോയിൻ ചെയ്തിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്നറിയില്ല. പെട്ടെന്നൊരു ദിവസം ആനബൽ അവളുടെ ബോയ്ഫ്രണ്ടിനെ കൂട്ടി അവളെ എടുത്തു വളർത്തിയ പാരന്റ്സിന്റെ വീട്ടിലോട്ട് വന്ന് അവരെ ഭയങ്കര കൊടൂരമായി കൊല്ലുന്നു. അതുമാത്രമല്ലാണ്ട് അയൽക്കാരെയും
കൊല്ലാനായി ശ്രമിച്ചു. ആ കറക്റ്റ് ടൈമിലാണ് പോലീസ് അനബലിന്റെ ബോയ് ഫ്രണ്ടിനെ വെടിവെച്ച് കൊന്നത്. ആനബെല്ലും അയൽ വീട്ടിൽ തന്നെ സൂയിസൈഡ് ചെയ്തു എന്ന് ന്യൂസിൽ പറയുന്നു. ഇപ്പൊ അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ നായികയെ കാണിക്കുന്നു. നായികയെ ചെക്ക് ചെയ്ത ഡോക്ടർ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ കത്തിക്കുത്ത് ഏറ്റതുകൊണ്ട് ആഴത്തിൽ നല്ല മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് നായികയോട് നല്ലോണം റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നു. അടുത്ത സീനിൽ നായിക ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് വരുന്നു. നായകനും വീടെല്ലാം വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നായികയും അകത്ത് ചെന്നതും അകത്തുള്ള റൂമിൽ അനബെല്ലിന്റെ ഡോളിനെ കണ്ടതും നായിക ഈ ഡോളിന് ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുന്നു. നായകനും പിറ്റേ ദിവസം ആ ഡോള് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുയിടുന്നു. പിറ്റേ ദിവസം നായകൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നായികയോട് നിനക്കുള്ള പോപ്കോൺ ഞാൻ സ്റ്റവിന്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് എപ്പോ വേണമെന്ന് തോന്നുന്നു അപ്പൊ അത് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്നും പോകുന്നു. നായകൻ പോയി കഴിഞ്ഞതിന് ശേഷം നായിക തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നായിക ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചൺ കാണിക്കുന്നു. കിച്ചണിലുള്ള സ്റ്റവ് ഓട്ടോമാറ്റിക്കായി ഓൺ ആകുന്നു. ഇതറിയാതെ നായിക തുണി ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. തുണി തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നായികയുടെ കയ്യിൽ സൂചി കുത്തിക്കേറുന്നു. നായികയെ എണീറ്റ് ഹാൻഡ് വാഷ് ചെയ്യുന്നു. ആ സമയത്ത് കിച്ചൺ കാണിക്കുന്നു. സ്റ്റവിന്റെ പൊക്കത്തുണ്ടായിരുന്ന പോപ്കോണിന്റെ ഫോയിൽ വീർത്ത് വന്ന് പൊട്ടുന്നു. അവിടെ മൊത്തം തീയാകുന്നു. ഇതറിയാതെ നായിക പിന്നെ ഇരുന്ന് തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നായികയ്ക്ക് എന്തോ ഒന്ന് കരിയുന്ന മണം വരുന്നു. നായികയും എണീറ്റ് കിച്ചണിൽ പോയി നോക്കിയതും അവിടെ മൊത്തം തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. നായികയും ആ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി പോകാനായി നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോഴ്സ് നായികയെ ആളിക്കത്തുന്ന ആ തീയിലോട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാരും കൂടി വന്ന് നായികയെ അവിടെ നിന്നും രക്ഷിക്കുന്നു. നായികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് അറിഞ്ഞതും നായകൻ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് വരുന്നു. പക്ഷെ നായികയ്ക്ക് വലുതായി ഒന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് നായകനൊന്ന് സമാധാനായത്. പക്ഷെ ആ സമയത്താണ് നായകൻ അറിയുന്നത് ഇവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. നായികയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നു. പക്ഷെ നായികയ്ക്ക് തിരിച്ച് ആ വീട്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നായകന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസയും കൊടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. ഇവരും ആ അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ആകുന്നു. നായികയും സാധനങ്ങളെല്ലാം അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് അനബൽ ഡോളിനെ കിട്ടുന്നു. നായികയും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകൻ വന്ന് ഈ ഡോള് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ അന്നേ ഇത് കളഞ്ഞതായിരുന്നല്ലോ. നായിക എനിക്കും അറിയില്ല, എനിക്ക് ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്നു. ഇത് കേട്ടത് നായകൻ ആ ഡോളിനെ എന്റെ കയ്യിത്ത, ഞാൻ ആ ഡോളിനെ എവിടെങ്കിലും കൊണ്ടേ കളഞ്ഞിട്ട് വരാ എന്ന് പറഞ്ഞതും നായിക അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ എനിക്ക് സ്നേഹത്തോടെ തന്നതല്ലേ, ഈ ഡോള് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോള് വെച്ചിരിക്കുന്ന കബോർഡിൽ ഈ ഡോള് വെക്കുന്നു. അതിനുശേഷം പലതരത്തിലുള്ള പാരനോർമൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നു. ഒരു ദിവസം നായിക നല്ലോണം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ കുഞ്ഞിനെ ഒരു പ്രേതം വന്ന് ആ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നായിക എണീറ്റ് നോക്കുമ്പോൾ ആ പ്രേതത്തിനെ അവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ വേറൊരു ദിവസം നായിക വാക്കിങ്ങിന് പോകാനായി പുറത്തിറങ്ങിയതും അവിടെ രണ്ട് ചെറിയ കുട്ടികൾ സ്റ്റെപ്പിലിരുന്ന് ഡ്രോയിങ് ചെയ്യുന്നത് കാണുന്നു. നായികയും ആ കുട്ടികളോട് സംസാരിക്കാൻ നോക്കുന്നു. പക്ഷെ അതിലെ മൂത്ത കുട്ടി അറിയാത്ത ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് ഇളയ കുട്ടിയെ വഴക്കു പറയുന്നു. നായികയും വാക്കിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ ആ കുട്ടികൾ വരച്ച ചില ഡ്രോയിങ്സ് സ്റ്റെപ്പിന്റെ അവിടെ കിടക്കുന്നത് കാണുന്നു. നായികയും നിലത്ത് കിടക്കുന്ന ഓരോ ഡ്രോയിങ്സ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം എടുത്ത ഡ്രോയിങ്ങിൽ നായികയുടെ കുഞ്ഞിന് ആക്സിഡന്റ് നടക്കുന്ന രീതിയിൽ ഡ്രോയിങ് വരച്ചു വെച്ചിരിക്കുന്നു. ഇത് കണ്ടതും നായികയുടെ മുഖം മൊത്തം മാറുന്നു. നായിക ഈ കാര്യം നായകനോടും പറയുന്നു. നായകൻ ആ കുട്ടികളുടെ പാരന്റ്സിനോട് ഈ കാര്യം പറഞ്ഞ് അവരെ വാൺ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം നായിക ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോയതും റൂമിന്റെ പുറത്ത് ഒരു ചെറിയ കുട്ടി നിൽക്കുന്നത് കാണുന്നു. നായികയും ഇത് ഏതാണ് കുട്ടി എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി പെട്ടെന്ന് നായികയുടെ നേർക്ക് ഓടി വരുന്നു. പെട്ടെന്ന് ആ ചെറിയ പെൺകുട്ടി ഒരു വലിയ പെണ്ണായി മാറി നായികയെ ഉപദ്രവിക്കാനായി അവളുടെ നേർക്ക് വന്നതും നായിക പേടിച്ച് അലറുന്നു. അപ്പോഴേക്കും ആ പെണ്ണ് നായികയുടെ മുന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നു. നായികയും ഈ കാര്യം ജോലി കഴിഞ്ഞ് വന്നതും നായകനോട് പറയുന്നു. പക്ഷെ നായകൻ അവള് പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. പിറ്റേ ദിവസം നായിക ബേസ്മെന്റിലുള്ള സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനായി ബേസ്മെന്റിലോട്ട് പോകുന്നു. നായികയും സാധനങ്ങൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കുഞ്ഞു കരയുന്ന സൗണ്ട് കേൾക്കുന്നു. നായികയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് എടുത്ത് ചുറ്റും നോക്കുന്നു. ആ സമയം അവളുടെ തൊട്ടുപുറകിൽ ഒരു ബേബി സ്റ്റോളർ താനെ ഉരുണ്ട് അവളുടെ പുറകിൽ വന്ന് നിൽക്കുന്നു. നായികയും പുറകു തിരിഞ്ഞു നോക്കുന്നു. ആ സ്റ്റോളറിന്റെ ഉള്ളിൽ നിന്നാണ് കുഞ്ഞ് വാ വിട്ട് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. നായികയും പതിയെ ആ സ്റ്റോളറിന്റെ സൈഡിൽ പോയി ടോർച്ച് അടിച്ചു നോക്കുന്നു. നായിക
ആ സ്റ്റോളറിന്റെ സൈഡിൽ വന്നതും ആ കുഞ്ഞിന്റെ കരച്ചില് നിൽക്കുന്നു. പക്ഷേ ആ സ്റ്റോളറിന്റെ ഉള്ളിൽ ചോരക്കറ പറ്റിയ ഒരു തുണി കാണുന്നു. നായികയും പേടിച്ചുകൊണ്ട് ആ തുണി മാറ്റി നോക്കുന്നു. പക്ഷേ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. പെട്ടെന്നൊരു ഡീമൻ വന്ന് നായികയുടെ കയ്യിൽ പിടിക്കുന്നു. ഇത് കണ്ടത് നായിക പേടിച്ച് കൊതറി ഓടി അവിടെയുള്ള ഒരു ലിഫ്റ്റിൽ കയറുന്നു. നായികയും അവളുടെ ഫ്ലോറിലോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പക്ഷേ ലിഫ്റ്റ് അവളുടെ ഫ്ലോറിലോട്ട് പോകാണ്ട് ഇപ്പൊ അവള് കയറിയ സെയിം ഫ്ലോറിലോട്ട് തന്നെ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കുന്നു. നായികയും പേടിച്ച് 2-3 പ്രാവശ്യം അവളുടെ ഫ്ലോറിലോട്ട് തന്നെ പോകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലിഫ്റ്റ് സെയിം ഫ്ലോറിൽ തന്നെ വാതിൽ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൂടാണ്ട് ലിഫ്റ്റിലുണ്ടായിരുന്ന ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല നായികയുടെ കയ്യിൽ എന്തോ ഒരു സിമ്പലും കൂടി കാണുന്നു. ഇത് കണ്ട നായിക പേടിച്ച് സ്റ്റെയർ കേഴ്സ് വഴി രക്ഷപ്പെട്ട് അവളുടെ ഫ്ലോറിലോട്ട് പോകാനായി ശ്രമിക്കുന്നു. അപ്പോഴും ആ ഡീമൻ അവളെയും തുരത്തിയും കൊണ്ട് അവളുടെ പുറകെ സ്റ്റെയർ കേഴ്സ് വഴി കയറി വരുന്നു. നായികയും വേഗം സ്റ്റെപ്പ് കയറി വേഗം അവളുടെ ഫ്ലോറിലോട്ട് പോകുന്നു. നായികയും അവളുടെ അപ്പാർട്ട്മെന്റിലുള്ള ഡോറ് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഡീമനും തൊട്ടടുത്ത് വന്ന് അവളെ പിടിക്കാനായി നോക്കുന്ന ആ ഒരു നിമിഷം നായിക വേഗം അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് അകത്തോട്ട് കയറുന്നു. നായിക ജസ്റ്റ് ഒരു സെക്കൻഡിൽ ആ ഡീമന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ നായിക അവളുടെ കയ്യിലുണ്ടായിരുന്ന സിമ്പിളിന്റെ പൊക്കത്ത് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ പ്ലാസ്റ്റർ പൊളിച്ചു നോക്കിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സിമ്പിൾ ഇപ്പൊ കാണുന്നില്ല. ഇതൊക്കെ കണ്ടതും നായികയ്ക്ക് കൂടുതൽ പേടിയാകുന്നു. നായിക അടുത്ത സീനിൽ ഹെഗിൻസ് കൊലപാതകത്തിന്റെ കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവിനെ വിളിച്ചു വരുത്തുന്നു. നായിക അയാളോട് അനബലയുടെ കേസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പറയോ എന്ന് നായിക ചോദിക്കുന്നു. അയാളും ഇതുവരെ അന്വേഷിച്ചു കിട്ടിയ ഓരോ കാര്യങ്ങളും നായികയോട് പറയുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് ഹെഗിൻസ് ദമ്പതികൾ അനബെല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തിയിരുന്നു. ആ പെൺകുട്ടി വളർന്നു വലുതായി അവൾക്ക് ഇഷ്ടമുള്ള ഒരുത്തനുമായി ഒളിച്ചോടിയിരുന്നു. അതിനുശേഷം അവൾ റാം എന്ന് പറയുന്ന സാത്താനെ ആരാധിക്കുന്ന ഗ്രൂപ്പിൽ അനബെല്ലയും അവളുടെ ബോയ്ഫ്രണ്ടും മെമ്പറായി ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം അവളെ എടുത്തു വളർത്തിയ വീട്ടിലോട്ട് വന്ന് ഹെഗിൻസ് ദമ്പതികളെ കൂട്ട കൊലപാതകം ചെയ്യുന്നു. ഇത്ര വിവരങ്ങൾ മാത്രമേ ഞാൻ അന്വേഷിച്ചാലേ എനിക്ക് കിട്ടിയുള്ളൂ എന്ന് പറയുന്നു. അതുകൂടാണ്ട് അന്ന് ക്രൈം നടന്ന സീനിലുള്ള എല്ലാ ഫോട്ടോസും ഈ ഡിറ്റക്റ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. നായികയും അതിൽ ഓരോ ഫോട്ടോസും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ കയ്യിലുണ്ടായിരുന്ന സിമ്പിൾ പോലത്തെ ഒരു സിമ്പിൾ ആ ക്രൈം നടന്ന സ്ഥലത്തുള്ള ഒരു മതിലിൽ വരച്ചതുപോലെ നായിക കാണുന്നു. ആ ഒരു ഫോട്ടോ മാത്രം നായിക ചോദിച്ചു മേടിക്കുന്നു. അതിനുശേഷം നായിക പിറ്റേ ദിവസം അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ലൈബ്രറിയിലോട്ട് പോകുന്നു. നായികയും ആ ലൈബ്രറിന്റെ ഉള്ളിൽ പ്രേതങ്ങളെ പറ്റിയോ പിശാചിനെ പറ്റിയോ ബുക്ക് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എവലൻ എന്ന് പറയുന്ന ഒരു ലേഡി അങ്ങോട്ട് വരുന്നു. ആ ലേഡിയും നായികയോട് നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ബുക്കാണ് നോക്കുന്നത്, ഞാൻ ആ ബുക്ക് എടുക്കാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്നു. പക്ഷെ നായിക അത് സാരമില്ല, എനിക്ക് ആവശ്യമുള്ള ബുക്ക് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടും ആ ലേഡി അവിടെ നിന്ന് പോകുന്നില്ല എന്ന് കണ്ടതും നായിക അവൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആ ലേഡിയോട് പറയുന്നു. ഈ കാര്യങ്ങൾ കേട്ട ആ ലേഡി തനിക്ക് വട്ടാണ് എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആ ലേഡി ഇവള് പറഞ്ഞത് മൊത്തം വിശ്വസിക്കുന്നു. അതുകൂടാണ്ട് നായികയ്ക്ക് ആവശ്യമുള്ള ബുക്കുകളെല്ലാം എടുക്കാനായി സഹായിക്കുന്നു. ഇത് കാണുമ്പോൾ ഈ ലേഡിക്കും ഇതുപോലത്തെ അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എവലനും എടുത്ത ബുക്കുകളെല്ലാം ഒരു ടേബിളിന്റെ പൊക്കത്തോണ്ടേ വെക്കുന്നു. ആ സമയം ഇവരുടെ ഇടയിൽ ഒരു ടോക്ക് നടക്കുന്നു. പ്രേതങ്ങൾ പൊതുവെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയ സ്ഥലങ്ങളിൽ മാത്രമേ അവരുടെ പ്രസൻസ് കാണുകയുള്ളൂ. പക്ഷെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിന്നെ ഫോളോ ചെയ്ത് വന്നത് ഒരു പ്രേതമല്ല, മറിച്ച് അതൊരു സാത്താനാണ്. ഇത് കേട്ടതും നായിക ഷോക്ക് ആകുന്നു. അതുകൂടാണ്ട് നായിക എവലിനെ നോക്കിയിട്ട് ആ സാത്താൻ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്, അതിന് എന്താണ് എന്റെ കയ്യിൽ നിന്ന് വേണ്ടത് എന്ന് ചോദിച്ചതും എവലൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്ത് നായികയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് വായിക്കാൻ പറയുന്നു. ആ സമയം നായിക എവലന്റെ കയ്യിൽ ഒരു മുറിവ് കാണുന്നു. എവലനും അത് മറയ്ക്കാനായി നോക്കുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ എനിക്കും നിന്റെ പ്രായത്തിൽ ഒരു മോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ലേഡീന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റ് എടുത്ത് കാണിക്കുന്നു. ആ ലോക്കറ്റിലുള്ള ഫോട്ടോ കാണിച്ച് ഇവളുടെ പേരാണ് റൂബി. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാർ അപകടപ്പെടുകയും അതിൽ എന്റെ മകൾ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം എന്റെ ലൈഫ് ഭയങ്കര മോശമായിരുന്നു. അവസാനം എനിക്കിത് താങ്ങാൻ പറ്റാതെ ഞാനും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എവിടെ നിന്നോ ഒരു വോയിസ് എന്റെ
മകളുടെ വോയിസ് ആയിരുന്നു അത്. അതിൽ പറഞ്ഞത് അമ്മയുടെ സമയമല്ല ഇത്, അമ്മ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ വോയിസ് മറഞ്ഞുപോയി. അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ടതും നായിക ആ ലേഡീനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായിക തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ പോക്കറ്റിൽ നിന്നും കീ എടുത്തതും പെട്ടെന്ന് ആ കീ താഴോട്ട് വീഴുന്നു. നായികയും കുനിഞ്ഞ് കീ എടുത്ത് എണീറ്റതും അവളുടെ മുന്നിലുണ്ടായ ഗ്ലാസ്സിലുള്ള റിഫ്ലക്ഷനിൽ മരിച്ചുപോയ അനബെല്ല അവളുടെ കയ്യിൽ അനബെല്ല ഡോളുമായി നിൽക്കുന്നത് കാണുന്നു. നായികയും അത് നോക്കി നിൽക്കുന്ന സമയത്ത് ബേബി സ്റ്റോളർ ഉരുണ്ട് റോഡിലോട്ട് പോകുന്നു. പെട്ടെന്നൊരു ലോറി വന്ന് ആ ബേബി സ്റ്റോളറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ നായികയുടെ കുഞ്ഞ് മരിച്ചു എന്ന് വിചാരിക്കുമ്പോൾ അവളുടെ കുഞ്ഞ് സേഫായി നായികയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. നായികയും അപ്പാർട്ട്മെന്റിൽ പോയി ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്കിൽ പറയുന്നത് സാത്താൻ ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിനെയാണ്. നായികയും ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു റൂമിൽ നിന്ന് എന്തോ ഒരു മ്യൂസിക് പ്ലേ ആകുന്ന സൗണ്ട് കേൾക്കുന്നു. നായികയും അവിടെ നിന്ന് എണീറ്റ് അതെന്താണ് സൗണ്ട് എന്ന് നോക്കാൻ വേണ്ടി ആ റൂമിലോട്ട് പോയതും പെട്ടെന്ന് ആ റൂമിലുണ്ടായിരുന്ന 2 വാതിലും അടഞ്ഞു പോകുന്നു. നായികയും ആ ഡോറ് തുറക്കാനായി നോക്കുന്നു. പക്ഷെ ആ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് പുറത്തു നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ താഴെ വീഴുന്ന സൗണ്ട് കേൾക്കുന്നു. നായികയും കുനിഞ്ഞ് ഡോറിന്റെ ഗ്യാപ്പ് വഴി നോക്കിയതും പുറത്ത് നായിക അവളുടെ കുഞ്ഞിനെ ഒരു ഷെൽഫിന്റെ സൈഡിലാണ് ഇരുത്തിയിരുന്നത്. ഇപ്പൊ ആ ഷെൽഫിലുണ്ടായിരുന്ന ബുക്ക് ഓരോന്നായി നായികയുടെ കുഞ്ഞിന്റെ സൈഡിലോട്ട് വീണുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടത് നായിക ഒച്ചയുണ്ടാക്കുന്നു. പെട്ടെന്ന് നായികയുടെ മുന്നിൽ അനബെല്ലയുടെ ഡോള് വന്ന് വീഴുന്നു. ഇത് കണ്ടത് നായിക അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ഡോറിന്റെ ലോക്ക് പൊളിച്ച് നായിക അവളുടെ കുഞ്ഞിനെ രക്ഷിക്കുന്നു. കുഞ്ഞിനെടുത്ത് തിരിഞ്ഞതും അനബെല്ലയുടെ ഡോള് അന്തരത്തിൽ നിൽക്കുന്നു. അത് മാത്രമല്ല ആ ഡോളിന്റെ പുറകിൽ ആ സാത്താനും നിൽക്കുന്നുണ്ട്. ഇത് കണ്ടത് നായിക അലറുന്നു. ആ സമയത്താണ് നായകൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത്. ഇവളുടെ ഒച്ച കേട്ടതും നായകൻ ഓടിപ്പിടിച്ച് അപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കിയതും ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സാധനങ്ങളും അലങ്കോലമായി കിടക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് നായകന് മനസ്സിലാകുന്നത് നായിക പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന്. പിറ്റേ ദിവസം തന്നെ ചർച്ച് ഫാദറിനെ അപ്പാർട്ട്മെന്റിലോട്ട് വിളിക്കുന്നു. നായികയും ഫാദറിനോട് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. ഫാദറിനും ഒരുവിധം മനസ്സിലാകുന്നു ഈ ഡോള് കാരണമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന്. ഫാദറും ഇവരെ നോക്കിയിട്ട് എനിക്കറിയുന്ന 2 പേരുണ്ട്, അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ഫാദർ പറയുന്നത് വേറെ ആരെയുമല്ല, കോൺജറിങ്ങിൽ വരുന്ന എഡ് ആൻഡ് ലോറിൻ വാറനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡോളാണ് ഇവിടെ പ്രശ്നമെങ്കിൽ ഞാൻ ഈ ഡോളിനെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഫാദർ ആ ഡോളിനെ എടുത്തുകൊണ്ട് ചർച്ചിലോട്ട് പോകുന്നു. പക്ഷേ ചർച്ചിലോട്ട് കയറാൻ പോകുന്ന ആ സമയത്ത് എന്തോ ഒരു ഫോഴ്സ് വന്ന് ഫാദറിനെ ചർച്ചിന്റെ ഉള്ളിലോട്ട് കയറ്റാതെ പുറത്തോട്ട് വീശി എറിയുന്നു. ഫാദറിന്റെ തല പൊട്ടി ചോര ഒഴുകി റോഡിൽ കിടക്കുന്നു. ആ സമയം ഫാദറിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന അനബെല്ലന്റെ ഡോളിനെ ഒരു പ്രേതം വന്ന് എടുത്തു കൊണ്ടുപോകുന്ന പോലെ കാണിക്കുന്നു. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഹോസ്പിറ്റൽ കാണിക്കുന്നു. നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റൂമിന്റെ മുമ്പിൽ കുറച്ച് ഞണ്ണ് നിൽക്കുന്നത് കാണുന്നു. നായകനും അവരുടെ അടുത്ത് ചെന്ന് എന്താണ് കേസ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചതും ഫാദറിന്റെ തലയ്ക്ക് പുറകിൽ ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട്, സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും നായകൻ അകത്ത് ചെന്ന് നോക്കുന്നു. ഫാദർ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. നായകനും ആ റൂമിൽ തന്നെ ഫാദർ കണ്ണു തുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതേസമയം ഇപ്പുറത്ത് അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. നായികയും എവലനും കൂടി ഇപ്പൊ നല്ല കമ്പനി ആയിരിക്കുകയാണ്. പറഞ്ഞു വന്നാൽ എവലൻ നായികയെ സ്വന്തം മകളെ പോലെയാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് പിന്നെയും ഹോസ്പിറ്റൽ കാണിക്കുന്നു. ഫാദറും കണ്ണു തുറക്കുന്നു. നായകൻ അടുത്തിരിക്കുന്നത് കണ്ടതും ഫാദർ നായകനെ വിളിക്കുന്നു. ആദ്യം തന്നെ നായകനോട് ചോദിക്കുന്നത് ആ ഡോൾ എവിടെ? ആ ഡോള് കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഞാൻ ആ ഡോളും കൊണ്ട് ചർച്ചിൽ പോയിരുന്നു. പക്ഷെ എന്തോ ഒരു ഫോഴ്സ് എന്നെ ചർച്ചിൽ കയറ്റാതെ തിരിച്ച് ചർച്ചിന്റെ പുറത്തോട്ട് എന്നെ എടുത്തെറിഞ്ഞതാണ്. നിന്റെ ഭാര്യ ഇപ്പോ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് അവളെ ഈ കാര്യം അറിയിക്കണം. ആ ഡോള് ഒരു സാധാരണ ഡോളല്ല. ഇത് കേട്ടത് നായകൻ ഉടനെ നായികയ്ക്ക് കോൾ ചെയ്യുന്നു. പക്ഷെ നായകൻ പറയുന്നതൊന്നും നായികയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല. വോയിസ് ബ്രേക്കായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടത് നായകൻ കോള് കട്ട് ചെയ്ത് ഉടനെ വീട്ടിലോട്ട് പോകാനായി നോക്കുന്നു. അതേസമയം അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. നായിക ഫോൺ വെച്ചിട്ട് നായകൻ എന്ത് പറയാനായിരിക്കും ഇപ്പൊ എന്നെ വിളിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. നായികയും പോയിട്ട് അതാരാണെന്ന് നോക്കിയതും ഫാദർ പുറകു തിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നു. നായികയും വാതിൽ തുറക്കുന്നു. പക്ഷേ ഫാദർ ആണെങ്കിലോ പുറകിലോട്ട് തിരിയുന്നില്ല. നായികയും ഫാദർ എന്ന് വിളിച്ചതും ഫാദറിന്റെ രൂപത്തിൽ വന്ന പിശാച് ഒച്ചത്തിൽ അലറുന്നു. ഇത് കണ്ട് പേടിച്ച നായിക കഥ അടയ്ക്കുന്നു.
പക്ഷെ പെട്ടെന്ന് നായികയുടെ കുഞ്ഞ് കരയുന്ന സൗണ്ട് കേൾക്കുന്നു. നായികയും അവളുടെ കുഞ്ഞിന്റെ മുറിയിൽ പോയി നോക്കിയതും ആ റൂം മുഴുവനും അലങ്കോലമായി കിടക്കുന്നു. അതുകൂടാണ്ട് ആ റൂമിൽ അവളുടെ കുഞ്ഞിനെ കാണുന്നില്ല. ഈ കാര്യം പോയി എവലനോട് പറഞ്ഞതും നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ വലിയ ആപത്തായി മാറും എന്ന് പറഞ്ഞ് നായികയെ അവിടെ നിന്നും പുറത്തിറക്കാൻ നോക്കുന്നു. പക്ഷെ നായികയാണെങ്കിലോ എന്റെ കുഞ്ഞ് ഇവിടെ എവിടെയോ ഉണ്ട്, എന്റെ കുഞ്ഞില്ലാണ്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചതും പെട്ടെന്ന് ആ സാത്താൻ മുകളിൽ നിന്ന് നേരെ എവലന്റെ മേത്തോട്ട് ചാടി അവളെ ആ അപ്പാർട്ട്മെന്റിന്റെ പുറത്തോട്ട് വലിച്ചിടുന്നു. അതുകൂടാണ്ട് ആ അപ്പാർട്ട്മെന്റിന്റെ വാതിലും ക്ലോസ് ആയി പോകുന്നു. നായിക പേടിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നെയും അവളുടെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. നായിക ഓരോ മുറികളായി അവളുടെ കുഞ്ഞിനെ തേടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കിടത്തുന്ന ആ മുറിയിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നു. നായികയും പോയി മുറിയിലുള്ള കുഞ്ഞിന്റെ തൊട്ടിലിൽ നോക്കിയതും അതിന്റെ ഉള്ളിൽ അനബെല്ലിന്റെ ഡോള് കിടക്കുന്നു. ഇത് കണ്ടതും നായികയ്ക്ക് ദേഷ്യം കയറി ആ തൊട്ടിലുണ്ടായ കമ്പിയിൽ വീശി വീശി ആ ഡോളിനെ അടിക്കുന്നു. അതിനുശേഷം വലിച്ചെറിയുന്നു. പക്ഷെ വലിച്ചെറിഞ്ഞതിന് ശേഷമാണ് നായിക കാണുന്നത് ഇത്ര നേരം അടിച്ചോണ്ടിരുന്നത് അവളുടെ കുഞ്ഞിനെയാണ് എന്ന്. നായികയും ഓടിച്ചെന്ന് അവളുടെ കുഞ്ഞിനെ എടുത്ത് പൊട്ടി പൊട്ടി കരയുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് ചിരിക്കുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്നു. നായികയും അതെന്താണെന്ന് നോക്കിയതും ഇത്ര നേരം അവള് കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഒരു ഡോളായിരുന്നു. നായികയും ആ ഡോളിനെ വലിച്ചെറിഞ്ഞ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ഒച്ചത്തിൽ ചോദിക്കുന്നു. അപ്പോ ആ ഡീമൻ അവിടെ ഉണ്ടായിരുന്ന ജനാലയിലെ ഗ്ലാസിൽ യോ സോൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതേസമയം എവലൻ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നായകൻ അങ്ങോട്ട് വരുന്നു. നായകനും അവന്റെ കയ്യിലുണ്ടായിരുന്ന കീ വെച്ച് അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറന്ന് അകത്തോട്ട് ചെല്ലുന്നു. അകത്ത് എന്ന് നോക്കിയതും നായക അനബലിന്റെ ഡോളിനെയും പിടിച്ച് ജനാലേന്റെ അവിടെ നിന്ന് ചാടാനായി നിൽക്കുന്നു. ആ സമയം എവലൻ ആ റൂമിന്റെ ചുറ്റും നോക്കിയതും ആ ഡീമൻ യോ സോൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. നായികയും ആ ഡീമൻ എന്റെ കുഞ്ഞിനെ എടുത്തോടും കൊണ്ടുപോയി, അതിന് ഒരു ആത്മാവിനെയാണ് വേണ്ടത്, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി ഞാൻ എന്റെ ആത്മാവിനെ കൊടുക്കാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ചാടാൻ പോയതും നായകൻ നീ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ ആര് നോക്കും, എന്നെ ആര് നോക്കും എന്ന് പറഞ്ഞ് അവളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോഴും നായിക അവിടെ നിന്ന് ചാടാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നായിക അവിടെ നിന്നും ചാടാൻ പോയതും ആ ഒരു നിമിഷം നായകൻ പുറകിൽ നിന്ന് വന്ന് അവളെ രക്ഷിക്കുന്നു. നായകനെ നോക്കി ആ ഡീമൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോയി, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എവലൻ നിന്റെ കുഞ്ഞിന് നിന്നെ ആവശ്യമുണ്ട്, ആ കുഞ്ഞിനൊരു അമ്മ വേണം, നീ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആര് നോക്കും, ആ ഡീമൻ ഒരു ആത്മാവിനല്ലേ വേണ്ടത്, ഞാൻ എന്റെ ആത്മാവിനെ കൊടുക്കാം, അന്ന് എന്റെ മോള് പറഞ്ഞായിരുന്നു എനിക്കുള്ള സമയം ആയിട്ടില്ല എന്ന്, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി അന്ന് എന്റെ മോള് പറഞ്ഞ സമയം ഇതായിരുന്നു എന്ന്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കുഞ്ഞിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് അനബെലന്റെ ഡോളിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് താഴോട്ട് ചാടുന്നു. ആ സ്പോട്ടിൽ തന്നെ എവലനും മരിക്കുന്നു. എവലൻ മരിച്ചതും ഇവരുടെ കുഞ്ഞ് ഇവരുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരുന്നു. അടുത്ത സീനിൽ 6 മാസം കഴിഞ്ഞ് കാണിക്കുന്നു. എവലൻ മരിച്ചതിന് ശേഷം ആ ഡീമൻ പിന്നെ ഇവരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. ഇതോടെ എല്ലാം നോർമലായി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ആ അനബെല്ല ഡോള് ഇപ്പോ ഒരു ഷോപ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ആ ഡോളിന് ഒരു ലേഡി വന്ന് വാങ്ങുന്ന പോലെ കാണിച്ച് ഈ പടം അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പടവുമായി വീണ്ടും കാണാം.